സ്വാഗതം എല്ലാവർക്കും. വളരെ വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും അവസാന ലാപ്പാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പരമാവധി കിട്ടാവുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് ചെറിയ സമയത്തിനുള്ളിൽ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, ഓരോ ചോദ്യങ്ങൾ പറയുമ്പോഴും അതിൻ്റെ ആൻസർ നിങ്ങൾ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് മാത്രം ഞാൻ പറയുന്ന ആൻസർ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആൻസറും കൂടി എന്ത് ചെയ്യുക, ഒത്തു നോക്കുക, വെരിഫൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദ പ്രകാരമുള്ള ക്ലാസ് മുറിയിലെ അധ്യാപകന്റെ റോൾ അല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദ പ്രകാരമുള്ള ക്ലാസ് മുറിയിലെ അധ്യാപകന്റെ റോൾ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലാത്തതാണ്, നെഗറ്റീവ് മീനിങ് ആണ്. ഓക്കെ, ഓപ്ഷൻ നോക്കിയേ: അറിവിന്റെ ദാതാവ്, പഠന പങ്കാളി, ഫെസിലിറ്റേറ്റർ ആണ്, അതുപോലെ ജനാധിപത്യവാദിയായ സംഘത്തലവൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഏതാണ് പറയാൻ പറ്റുമോ? സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദപ്രകാരമുള്ള അധ്യാപകന്റെ ക്ലാസ് മുറിയിലെ റോളല്ല, അങ്ങനെ ഉള്ള അധ്യാപകന്റെ റോൾ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് ഇവിടെ കൃത്യമായിട്ട് പറയാൻ പറ്റണം ഏതാണ് വരിക എന്നുള്ളത്. കറക്റ്റായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും. ഫെസിലിറ്റേറ്റർ ആണോ, അല്ല ജനാധിപത്യവാദിയായ അധ്യാപകൻ എന്നുള്ളതാണോ, അതും അല്ലെങ്കിൽ പഠന പങ്കാളിയാണോ, അല്ല അറിവിന്റെ ദാതാവാണോ? ഏതാണ് വരിക? അല്ലാത്തത് എന്നാണ് ചോദിച്ചത് അല്ലേ? കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ആൻസർ. ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? സംശയമൊന്നും വേണ്ട, ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് കേട്ടോ. ആൻസർ എ, ഓപ്ഷൻ എ, അറിവിന്റെ ദാതാവ് എന്നുള്ളതാണ്. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദ പ്രകാരമുള്ള ക്ലാസ് മുറി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ എന്താണ്, അധ്യാപനം അവിടെ ഒരു പഠനത്തിനൊരു പങ്കാളി, അല്ലെങ്കിൽ ഒരു കൂട്ട് അല്ലേ, പഠനത്തിന് ജസ്റ്റ് അവരൊരു സപ്പോർട്ടറായിട്ടാണ് അധ്യാപകം കൂടെ നിൽക്കേണ്ടത്. അതുപോലെ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് ഉണ്ടാവേണ്ടത്. അതൊക്കെ നമ്മളന്ന് പഠിച്ചാണ്, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ പറയുന്നതാണ് അല്ലേ. അതുപോലെ ജനാധിപത്യവാദിയായിട്ടുള്ള സംഘത്തലവൻ. ഓക്കെ, എന്നാൽ അറിവിൻ്റെ ദാതാവ് വെച്ചെന്നാൽ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ടൈപ്പ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ പഠന പങ്കാളി, ഫെസിലിറ്റേറ്റർ, അതുപോലെ ജനാധിപത്യവാദിയായ സംഘത്തലവനൊക്കെ എന്താണ്, ഈ പറയുന്ന സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദ പ്രകാരമുള്ള ക്ലാസ് മുറിയിൽ അധ്യാപകൻ്റെ റോളാണ്. പക്ഷേ എ അല്ല. ഓക്കെ, അറിവിൻ്റെ ദാതാവ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: പഠിക്കാൻ മിടുക്കനായിരുന്ന ആദർശ് കുറച്ച് നാളുകളായി പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. പതിവായി വൈകിയാണ് ക്ലാസ്സിലെത്തുന്നത്. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആദർശിൻ്റെ ഈ സ്വഭാവ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? ശരിക്കും ശ്രദ്ധിക്കണം, ആദർശിനെ കുറിച്ചുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. പഠിക്കാൻ മിടുക്കനായിരുന്നു ആദർശ്, കുറച്ച് നാളുകളായിട്ട് പക്ഷെ എന്തില്ല, പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. പതിവായി വൈകിയാണ് ക്ലാസ്സിൽ എത്തുന്നത്. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആദർശിൻ്റെ ഈ സ്വഭാവ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി: ക്രിയാഗവേഷണം, കേസ് സ്റ്റഡി, പരീക്ഷണ രീതി, അതുപോലെ ആത്മനിഷ്ഠ രീതി. ഏതാണ് നമുക്ക് പറയാൻ പറ്റുമോ കൃത്യമായിട്ട്? ആദർശാണ് ഒരു കുട്ടിയാണ്, ഒരു വ്യക്തിയാണ് അല്ലേ. അപ്പോൾ അവനാണ്, ആദർശിൻ്റെ പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഏതാണ് നമുക്ക് പറയാൻ പറ്റുമോ? കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് ഏതാണ്? പഠിക്കാൻ മിടുക്കനായിരുന്നു ആദർശ് അല്ലേ, പക്ഷേ കുറച്ച് നാളുകളായിട്ട് എന്തില്ല, ഇവന് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, എന്തൊക്കെയോ അല്ലേ, ലേറ്റായി വരാൻ തുടങ്ങുന്നു, ശ്രദ്ധിക്കുന്നില്ല, ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതാണ്? ഒരു സംശയം വേണ്ട, ഒരാളെ കുറിച്ചാണ് ഇവിടെ, ഒരു ക്ലാസ്സിൻ്റെ ഒരു പ്രശ്നം, ഒരാൾക്ക് മാത്രമുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ അത് ഏതാണ് വരിക? കേസ് സ്റ്റഡി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. ആ കുട്ടിയുടെ പ്രശ്നമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അവനെക്കുറിച്ച് മാത്രമേ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. പക്ഷേ ഒരു ഗ്രൂപ്പിനാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ ചെറിയ സമയത്തിനുള്ളിൽ, ചെറിയ കാലഘട്ടത്തിനുള്ളിൽ എന്താണ് നമ്മൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏത്? ക്രിയാ ഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആക്ഷൻ റിസർച്ചിനെ കുറിച്ച് പറയുമ്പോൾ സ്റ്റീഫൻ എം കോറി എന്ന് പറയുന്ന ഒരു വാക്കും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തത്: പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയുടെയും നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയുടെയും നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം: സഹായിക്കൽ, പരുവപ്പെടുത്തൽ, കൈത്താങ് നൽകൽ, പ്രബലനം നൽകൽ. ഏതാ ഒരു പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പഠനവേളയിൽ ടീച്ചർ എന്ത് ചെയ്യുന്നു, ഓരോ കുട്ടിക്കും അവരവരുടെ നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ, ഓക്കെ, മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നു. അങ്ങനെയുള്ളതിന് നമുക്ക് എങ്ങനെ പറയാം എന്നാണ് ചോദിക്കുന്നത്. സഹായിക്കലാണോ, പരുവപ്പെടുത്തലാണോ, കൈത്താങ് നൽകലാണോ, അതും അല്ലെങ്കിൽ പ്രബലനമാണോ എന്നാണ് ചോദിച്ചത് അല്ലേ. പ്രബലനമാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് ഇവിടെ പറയാൻ പറ്റുന്ന കാര്യം എന്താണ് വരിക? വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. പരുവപ്പെടുത്തലാണോ അല്ല കൈത്താങ് നൽകലാണോ? ആൻസർ സംശയമൊന്നും വേണ്ട, ഏതാണ് വരിക? കൈത്താങ് നൽകലിനാണ് കേട്ടോ. സ്കഫോൾഡിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പഠനവേളയിൽ ടീച്ചർ നൽകുന്ന ആ ഒരു സഹായം, അതിനെ നമ്മൾ പറയുന്ന പേരിനെയാണ് സ്കഫോൾഡിംഗ് അഥവാ കൈത്താങ് നൽകൽ എന്ന് പറയും. നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ്, എല്ലാവരും കിട്ടുന്നുണ്ടാവും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ: പ്രതിക്രിയാ അധ്യാപനം അഥവാ റെസിപ്രോക്കൽ ടീച്ചിങ് ഏത് മനഃശാസ്ത്രജ്ഞന്റെ സിദ്ധാന്തം അനുസരിച്ചാണ് രൂപവൽക്കരിച്ചിട്ടുള്ളത്? ശരിക്കും ശ്രദ്ധിക്കണേ. പ്രതിക്രിയാ അധ്യാപനം അഥവാ റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത് ഏത് മനഃശാസ്ത്രജ്ഞന്റെ സിദ്ധാന്തം അനുസരിച്ചാണ് രൂപവൽക്കരിച്ചിരിക്കുന്നത് വൽക്കരിച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ നോക്കി നിങ്ങൾ: വൈഗോസ്കി,
പിയാഷെ, പാവ്ലോ, ബ്രൂണർ. വൈഗോസ്കി, പിയാഷെ, പാവ്ലോ, ബ്രൂണർ. അപ്പോൾ ഇവരിൽ ആരാണ്? ഒന്നുമില്ല. ഡയറക്റ്റ് ചോദിച്ചാൽ പ്രതിക്രിയ അധ്യാപനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ് റിലേറ്റഡ് ടു. ആരാണ് പ്രതിക്രിയ അധ്യാപനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് വരണം. ആരാണ്? ഒരു നിമിഷം വേണ്ട. ആരാണ്? വൈഗോസ്കിയാണ് അല്ലേ? ഓപ്ഷൻ എ വൈഗോസ്കി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. ഓപ്ഷൻ എ വൈഗോസ്കി എന്നുള്ള തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്. അഞ്ചാമത്തെ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയുന്നു, സ്വന്തം വികാരങ്ങൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു, മറ്റുള്ളവരുമായി ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു, അതുപോലെ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് അല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷതയാണ്. വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്തത് എന്ന് വെച്ചാൽ അവരുമായി ബന്ധപ്പെട്ടതല്ല. ഓക്കെ, സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയുന്നു, സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു അല്ലെ, മാത്രം പ്രവർത്തിക്കുന്നു, മറ്റുള്ളവരുമായി ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു. ഏതാ വരുക? സംശയമൊന്നും വേണ്ട. വൈകാരിക ബുദ്ധി എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യമല്ല, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും അല്ലേ? അപ്പോൾ എന്താണ് ഇവിടെ? ഓപ്ഷൻ ബി നോക്കിയാൽ സ്വന്തം വികാരങ്ങൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, അതിനെ കൂടെ തന്നെ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഏത്? വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത. ആറാമത്തെ ക്വസ്റ്റ്യൻ, ആശയരൂപവൽക്കരണ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നത്? ആശയരൂപവൽക്കരണ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നതെന്നാണ് ചോദിച്ചത്. പ്രതീകാത്മക ഘട്ടം, പ്രവർത്തന ഘട്ടം, ചിന്തന ഘട്ടം, ബിംബന ഘട്ടം. ഓക്കെ, പ്രവർത്തന ഘട്ടം, ചിന്തന ഘട്ടം, ബിംബന ഘട്ടം എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആശയരൂപവൽക്കരണ പ്രക്രിയ ഇത് നിങ്ങൾക്കറിയാം, ജെറോമസ് ബ്രൂണറുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ലേ? ജെറോമസ് ബ്രൂണർ കൊണ്ടുവന്ന ആശയമാണ് ഈ പറയുന്ന ഏത് ആശയരൂപവൽക്കരണ പ്രക്രിയ. അതിൽ പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചാൽ അതല്ല, വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നത് ഏത് ഘട്ടത്തിലാണെന്നാണ് ചോദിച്ചത്. പ്രതീകാത്മക ഘട്ടമാണോ, പ്രവർത്തന ഘട്ടമാണോ, ചിന്തന ഘട്ടമാണോ, ബിംബന ഘട്ടമാണോ? നിങ്ങൾക്ക് തന്നെ അറിയാം, പ്രതീകാത്മക ഘട്ടം അല്ലേ, പ്രവർത്തന ഘട്ടം ഇനാക്റ്റീവ് സ്റ്റേജ്, ബിംബന ഘട്ടം. അപ്പോൾ ഈ പറഞ്ഞ 3 എണ്ണമാണ് അദ്ദേഹത്തിൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന 3 ഘട്ടങ്ങൾ. അതിലേതാണെന്നാണ് ചോദിക്കുന്നത്. വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കാനൊക്കെ കഴിയുന്നത് ഏത് ഘട്ടത്തിലാണെന്നാണ് ചോദിച്ചത്. കേട്ടിട്ടുണ്ടാവുമല്ലോ. ആൻസർ ഏതാ വരുക? സിമ്പിളായിട്ട് പറഞ്ഞാൽ ബിംബന ഘട്ടമാണ് അല്ലേ? ആൻസർ ഓപ്ഷൻ ഡി ബിംബന ഘട്ടമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. അതിലാണ് വസ്തുക്കൾ അഭാവത്തിൽ ചിന്തിക്കാൻ അവയെക്കുറിച്ച് ഓർക്കാനൊക്കെ പറ്റുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അതുപോലെ പ്രവർത്തന ഘട്ടം എന്ന് വെച്ചാൽ ചെയ്യലാണ്, ആക്റ്റീവാണ്, ഇനാക്റ്റീവ് സ്റ്റേജ് എന്നൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം ഏത്? ഓപ്ഷൻസ്: അധ്യാപക കേന്ദ്രീകൃതം, ഉൽപ്പന്നാധിഷ്ഠിതം, പ്രക്രിയാധിഷ്ഠിതം, ആവശ്യാധിഷ്ഠിതം. ഏതാണ് വരുക? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം ഏത് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ? അധ്യാപക കേന്ദ്രീകൃതമാണോ, ഉൽപ്പന്നാധിഷ്ഠിതമാണോ, പ്രക്രിയാധിഷ്ഠിതമാണോ, അല്ലെങ്കിൽ ആവശ്യാധിഷ്ഠിതമാണോ? നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ്? വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും, സംശയമൊന്നും വേണ്ട. ഏതാണ്? പ്രക്രിയാധിഷ്ഠിതമാണ് അല്ലേ? കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം എന്ന് വെച്ചാൽ പ്രക്രിയ അധിഷ്ഠിതമാണ്. ഓക്കെ, അധ്യാപക അധിഷ്ഠിതം എന്നല്ല, പ്രക്രിയ അധിഷ്ഠിതമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, IQ-യുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ IQ 98 ആയാൽ മാനസിക വയസ്സ് എത്ര? നേരെ തിരിച്ചിട്ടാണ് കേട്ടോ. സാധാരണ നമുക്ക് തരുന്ന എന്താ? മാനസിക വയസ്സും കാലിക വയസ്സൊക്കെ തരും, എന്നിട്ട് IQ എത്രയാണ്, ബുദ്ധി എത്രയാണെന്നാണ് ചോദിക്കുക. ഇവിടെ അങ്ങനെയല്ല. 10 വയസ്സുള്ള ഒരു കുട്ടി, അവൻ്റെ വയസ്സ് തന്നിട്ടുണ്ട് 10 വയസ്സാണ്, ആ കുട്ടിയുടെ IQ തന്നിട്ടുണ്ട് 98 ആണ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ മാനസിക വയസ്സ് എന്ന് വെച്ചാൽ മെൻ്റൽ ഏജ് ആണ് കേട്ടോ. MA മെൻ്റൽ ഏജ് ആണ് ചോദിക്കുന്നത്. തന്നിട്ടുള്ള 10 വയസ്സുള്ള കുട്ടി എന്ന് വെച്ചാൽ അവൻ്റെ വയസ്സ്, അത് കാലിക വയസ്സാണ്. എന്ന് വെച്ചാൽ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയും. കാലിക വയസ്സ് അതാണ് വയസ്സ് അല്ലെങ്കിൽ കാലിക വയസ്സ്. മറ്റേത് മാനസിക വയസ്സ്. ഇത് എത്രയാണെന്നാണ് ചോദിച്ചത്. ഒരു സംശയം വേണ്ട. ഇതിലേക്ക് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? ഈ പറയുന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് IQ കാണുന്നതിൻ്റെ ഫോർമുല മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. IQ കാണാനുള്ള ഫോർമുലയെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത് നോക്കി? ഏതാ? മെൻ്റൽ ഏജ് ഹരിക്കണം ക്രോണോളജിക്കൽ ഏജ് ഗുണിക്കണം 100. ഇതാണ് IQ അല്ലെങ്കിൽ ബുദ്ധി കാണാനുള്ള സമവാക്യം. മെൻ്റൽ ഏജ് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് തന്നെ അറിയാം, മാനസിക വയസ്സാണ്. വയസ്സ്. അതിനെ കാലിക വയസ്സുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ വയസ്സ്, കാലിക വയസ്സ് കൊണ്ട് നിങ്ങൾ ഹരിച്ചിട്ട് കിട്ടുന്ന ഉത്തരത്തിനെ 100 കൊണ്ട് ഗുണിച്ചാലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? ബുദ്ധി അഥവാ IQ കിട്ടുക, ഇൻ്റലിജൻസ് കോഷ്യൻ്റ് കിട്ടുക. ഇനി ഇവിടെ തന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. IQ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 98 ആണ്. അപ്പോൾ 98 ഓൾറെഡി കിട്ടി.
മെൻ്റൽ ഏജാണ് കണ്ടുപിടിക്കേണ്ടത്, മാനസിക വയസ്സാണ് വേണ്ടത് അല്ലേ. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് അതുപോലെ വെച്ചു. തൊട്ട് താഴെ കാലിക വയസ്സ് അഥവാ ക്രോണോളജിക്കൽ ഏജ് തന്നിട്ടുണ്ട്. കാലിക വയസ്സാണ് നമ്മുടെ സാധാരണ വയസ്സ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ 20 വയസ്സോ 25 അല്ലെങ്കിൽ 30 40 എത്ര വയസ്സോ അതാണ് നിങ്ങളുടെ കാലിക വയസ്സ്. അതെടുത്ത് താഴെ ഇടുക, 10 എന്നെഴുതി. അതിനെ 100 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് ശരിക്കും 98 കിട്ടേണ്ടത്. സോറി. അപ്പോൾ മാനസിക വയസ്സിനെ കാലിക വയസ്സ് കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്നതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ 98 കിട്ടും. ഇനി ഇവിടുന്ന് MA കണ്ടുപിടിച്ചാൽ പോരെ, വളരെ എളുപ്പം നിങ്ങൾക്ക് കിട്ടേണ്ടതേ ഉള്ളൂ. എന്നാൽ കിട്ടും, എങ്ങനെ കിട്ടുക? ഇവിടുന്ന് നമ്മൾ ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഇതാ മാനസിക വയസ്സിനെ 100 കൊണ്ട് ഗുണിച്ചാൽ 100 മാനസിക വയസ്സ് ഹരിക്കണം 10 അല്ലേ, അതാണ് ശരിക്കും 98. ഇങ്ങനെ ഭിന്നസംഖ്യ രൂപത്തിൽ തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്, എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ 2 രീതി ചേട്ടോ. ഓപ്ഷൻ നേരെ ആൻസറിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, ഓപ്ഷൻ ആൻസറിലേക്ക് പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനങ്ങോട്ട് ക്രോസ് ആയിട്ട് ഗുണിക്കുക. ഈ ഭിന്നസംഖ്യ രൂപത്തിൽ തന്ന ക്രോസ് ആയിട്ട് ഗുണിക്കലാണ്. അതായത് 100 ഗുണിക്കണം MA സമം 100 ഗുണിക്കണം MA സമം ഇതാ MA. ഇവിടെ ഗുണിക്കാൻ ഒന്നുമില്ല. അതിനെന്ത് ചെയ്യുക, 10നെ 98 കൊണ്ട് ഗുണിക്കുക. 98 ഗുണിക്കണം 10 വെച്ചാൽ 980 ആണ്. അതുകൊണ്ട് മാനസിക വയസ്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇവിടെ 100 ഗുണിക്കണം എന്നുള്ളത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും, ഹരിക്കലാകും. 980 ഹരിക്കണം 100 എന്നാണ് വരിക. അപ്പോൾ ആൻസർ എന്ത് വരും, 1 0 1 0 അങ്ങ് പോയി. ബാക്കി 98 ഹരിക്കണം 10 എന്നാണ് ഉള്ളത്. 98 ഹരിക്കണം 10 എന്ന് വെച്ചാൽ എന്താ, 98നെ 10 കൊണ്ട് ഹരിച്ചാൽ ആൻസർ 9.8 ആണ് നമുക്ക് വരിക. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്, 9.8 എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, എന്താണ് വരിക, 9.8. ഓക്കെ, സംശയമൊന്നുമില്ലാന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനും പോവാം. ഇതാ ഈ സമവാക്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മാനസിക വയസ്സിനെ 10 കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്ന ഉത്തരത്തിനെ 100 കൊണ്ട് ഗുണിച്ചാൽ 98 കിട്ടണമെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം. ഇതാ ഓരോരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം. ഫസ്റ്റത്തെ 9.8 മാനസിക വയസ്സിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഓപ്ഷനായി 9.8 കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാ 9.8 ഹരിക്കണം 10 എന്ന് വരും, ഗുണിക്കണം 100 എന്നാണ് വരിക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എപ്പോഴും എന്ത് ചെയ്യണം, ഈ ഗുണിക്കാനുള്ളതിനെ ഭിന്നസംഖ്യേൻ്റെ അംശം കൊണ്ട് ഗുണിക്കണം, ന്യൂമറേറ്റർ കൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പോൾ എന്ത് വരും, 9.8നെ 100 കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരും, 98നെ 100 കൊണ്ട് ഗുണിച്ചാൽ എന്താ വരും, 9800 ആണല്ലേ. അപ്പോൾ 9.8നെ 100 കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരും, 980 ആണ് വരിക. അതിനെ താഴെ 10 കൊണ്ട് ഹരിക്കണം, ഹരിച്ചെത്ര വരും, ആൻസർ 98 വരിക. കറക്റ്റായിട്ട് 98 കിട്ടുന്നുണ്ട്. അങ്ങനെയും വേണം ചെക്ക് ചെയ്യാൻ ഓരോ ഓപ്ഷനായിട്ട്. ഓക്കെ, ആ ഫോർമുല പഠിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, സങ്കലിത വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും മറ്റു കുട്ടികളെ പോലെ തുല്യ അവസരങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്. സങ്കലിത വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണ് നടപ്പാക്കുന്നത്? ഒന്നുമില്ലടാ, ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ. സങ്കലിത വിദ്യാഭ്യാസം ഏത് രീതിയിലുള്ള വിദ്യാലയങ്ങളാണ് അല്ലെങ്കിൽ സ്കൂളിലാണ് നടപ്പാക്കുന്നതെന്ന് മാത്രം പറയാനേ ഉള്ളൂ. അതിങ്ങനെ ചോദിച്ചൊന്നുമില്ല, ഇതിനൊന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നേ ഉള്ളൂ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സങ്കലിത വിദ്യാഭ്യാസം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും മറ്റു കുട്ടികളെ പോലെ തുല്യ അവസരങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. എന്നാൽ ചോദ്യം എത്രയേ ഉള്ളൂ, സങ്കലിത വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണ് നടപ്പാക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുക. അന്ധവിദ്യാലയങ്ങൾ, സ്പെഷ്യൽ സ്കൂളുകൾ, ഓപ്പൺ സ്കൂളുകൾ, പൊതുവിദ്യാലയങ്ങൾ. ഇവിടെ ഏതിലാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടപ്പാക്കുന്നത്? സംശയമൊന്നും വേണ്ട, ഏതാണ്, ഒന്നുമില്ല, പൊതുവിദ്യാലയം. ഗവൺമെൻറ് സ്കൂളിലാണ് അല്ലേ, ജനറലാണ് അല്ലേ, പൊതുവിദ്യാലയങ്ങളിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നതിൻ്റെ കാര്യം മനസ്സിലാക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പൊതുവിദ്യാലയങ്ങൾ മറ്റു കുട്ടികളോടൊപ്പം എന്ത് ചെയ്യുന്നു, ഒരേ ക്ലാസ്സിൽ ഇരുന്നിട്ടാണ് ഈ കുട്ടികൾ പഠിക്കുന്നത്. പൊതുവിദ്യാലയങ്ങൾ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുന്ന അതേ ടീച്ചറിനാണ് ഇവിടെയും പഠിപ്പിക്കുക. സപ്പോർട്ടിനായിട്ട് ഒരു സ്പെഷ്യൽ ടീച്ചറും കൂടി ഉണ്ടാവും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളുടെ വ്യക്തി വ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന ഒരു അധ്യാപിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് തിരഞ്ഞെടുക്കുക? കുട്ടികളുടെ വ്യക്തി വ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന അധ്യാപികയാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെയാണ് പരിഗണിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം. കുട്ടികളെ സ്വയം പഠനത്തിന് പ്രേരിപ്പിക്കുന്നു, ഇടയ്ക്കിടെ പരീക്ഷകൾ നടത്തുന്നു, വൈവിധ്യമാർന്ന ബോധന രീതികൾ അവലംബിക്കുന്നു, അതുപോലെ ക്ലാസ് PTA യോഗങ്ങൾ ഇടയ്ക്കിടെ നടത്തുന്നു. ഏതാണ് വരിക? വ്യക്തി വ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന ടീച്ചറാണ്. അപ്പോൾ ഏതാണ് നടത്തുക? വ്യക്തി വ്യത്യാസം എന്ന് വെച്ചാൽ ടീച്ചർക്ക് അറിയാം എല്ലാ കുട്ടികളും ഒരുപോലെയല്ല, ഓരോ കുട്ടിയും ഓരോ തരത്തിലാണ്. അപ്പോൾ ഓരോ തരത്തിലുള്ള പഠന പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യണം, എന്നാലേ എല്ലാ കുട്ടികൾക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ അല്ലേ. അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടീച്ചറാകുമ്പോൾ നേരെ പോയിട്ട് PTA മീറ്റിങ്ങുകളല്ലോ നടത്തുക അല്ലേ. കുട്ടികളെ സ്വയം പഠിക്കാൻ പറയലൊന്നല്ലല്ലോ, ഇടയ്ക്കിടെ പരീക്ഷകളൊന്നല്ലല്ലോ നടത്തുക, ഒന്നുമല്ല, വൈവിധ്യമാർന്ന ബോധന രീതികൾ അവലംബിക്കുന്നു എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ടീച്ചർക്ക് അറിയാം എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നേതൃത്വ പരിശീലനത്തിന് പ്രയോജനപ്പെടുന്നത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നേതൃത്വ പരിശീലനത്തിന് പ്രയോജനപ്പെടുന്നത് ഏതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ്: സ്കൂൾ പാർലമെന്റ്, ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, SPC ഇവയെല്ലാം. നേതൃത്വ പരിശീലനം വെച്ചാൽ ലീഡർഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്. ലീഡർഷിപ്പ്, പിന്നെ ക്വാളിറ്റി, അതിനുള്ള പ്രാക്ടീസ് ഇതിൽ ഏതാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ ഒരു ക്വാളിറ്റി വരണമെങ്കിൽ നമുക്ക് ഇതിൽ ഏതാണ് നല്ലതെന്നാണ് ചോദിച്ചത്. സ്കൂൾ പാർലമെന്റ് ആണോ, ക്ലബ്ബ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ആണോ, അല്ല SPC സ്റ്റുഡൻറ് പോലീസ് കോപ്സ് അല്ലേ. അപ്പോൾ SPC ആണോ, അല്ല ഇവയെല്ലാം വരുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഏതാണ് വരിക? സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ആണ് അല്ലേ, കേഡറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന ഏതാണ്? എല്ലാം ലീഡർഷിപ്പ് ക്വാളിറ്റി വരുന്ന സാധനങ്ങൾ തന്നെയാണ് അല്ലേ. എന്തായാലും സ്കൂൾ പാർലമെൻറ്റിൽ മത്സരിച്ച് ലീഡർ ആവുന്നതായാലും, ക്ലബ്ബ് പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്നതായാലും, SPC ആയാലും അല്ലേ,
എല്ലാം സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് ആയാലും എന്തായാലും എന്താണ് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. മീൻസ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം വരും. അടുത്ത ക്വസ്റ്റ്യൻ, അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ, നൈപുണികൾ, മനോഭാവങ്ങൾ എന്നിവയെല്ലാം വിശദമാക്കുന്ന രേഖ ഏതാണ്? അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ, നൈപുണികൾ, മനോഭാവങ്ങൾ എന്നിവയെല്ലാം വിശദമാക്കുന്ന രേഖ ഏതെന്നാണ്? ഓപ്ഷൻസ് NCF 2005, RTE ആക്ട് 2009, NCF TE 2009, അതുപോലെ തന്നെ POA 1992. ഇതിലേതാണ് വരിക? അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ, നൈപുണികൾ, മനോഭാവങ്ങൾ എന്നിവയെല്ലാം വിശദമാക്കുന്ന രേഖ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് യാതൊരു തരത്തിലുള്ള സംശയം വേണ്ട. ആൻസർ ഓപ്ഷൻ ബി. ഇവിടെ ബി ഓപ്ഷൻ മാറിയിട്ടുണ്ട്, കുഴപ്പമില്ല. NCF TE 2009 എന്നുള്ള ആൻസറാണ് ഇവിടെ വരിക. ഓക്കെ, ഓപ്ഷൻ എ കഴിഞ്ഞിട്ട് ബി വേണ്ടത് മാറിയതാണ്, സാറില്ല, അതിൻ്റെ ഓർഡർ മാറിയതേ ഉള്ളൂ. അപ്പോൾ ആൻസർ വരുന്നത് NCF TE ആണ് കേട്ടോ. NCF TE. ഓക്കെ, ക്ലിയർ? അപ്പോൾ ആൻസർ ഇതാണ്. എന്താണെന്ന് നോക്കാം. NCF എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് NCF. NCF എന്ന് വെച്ചാൽ എന്താണ്? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആണ്. 2005 വർഷം കൊടുത്തിരിക്കണേ. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കാണ് NCF. RTE ആക്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? വിദ്യാഭ്യാസ അവകാശമാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലേ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ് 2009. NCF TE എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഓക്കെ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഫുൾ ഫോം. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. ഓക്കെ, ടീച്ചർ എഡ്യൂക്കേഷൻ. ഇനിയിപ്പോൾ ലാസ്റ്റ് എന്താണ്? പിന്നെ POA ആണ്, പ്രോഗ്രാം ഓഫ് ആക്ഷൻ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം കേട്ടോ. പ്രോഗ്രാം ഓഫ് ആക്ഷൻസ്. ഓക്കെ, 1992. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് NCF TE 2009 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, സോറി. അപ്പോൾ ഇത്രയും ക്വസ്റ്റൻസാണ് നമ്മൾ ഇന്ന് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നു 1-2 ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. കിട്ടാത്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് അറിയിക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അത്രയുള്ള എക്സാമിന് കൃത്യമായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, അടുത്ത ദിവസം കാണാം നമുക്ക്. താങ്ക് യു.